നസീറിന്റെ ഈ പറഞ്ഞ മിമിക്രി എന്നുള്ള വലിയൊരു സിദ്ധിയിൽ ഈ ചിത്രകാരൻ എന്നുള്ള ഒരു പദവി താഴേക്ക് പോയിരുന്നു. അതൊന്ന് വീണ്ടും പിടിച്ച് പൊക്കാൻ വേണ്ടിയുള്ള നസീറിന്റെ ആ ഒരു തീരുമാനം നന്നായിരിക്കും. എൻ്റെ വീടിനോട് ചേർന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ടായിരുന്നു. അതപ്പം അയാൾ ദുബൈയിലാണ്. ജിത്ത് എന്ന് പറയും, എൻ്റെ കളിക്കൂട്ടുകാരനാണ്. ഒരു പഴയ വീടാണ്, നല്ല പൊക്കപ്പുറത്തൊക്കെ നല്ല കാറ്റൊക്കെ കിട്ടുന്നൊരു വീടാണ്, തൊട്ടടുത്ത് തന്നെ. അത് ഞാൻ വാടകയ്ക്ക് ഇങ്ങ് മേടിച്ചു, അതൊരു സ്റ്റുഡിയോ പോലെ ആക്കി. എന്നിട്ട് നമ്മൾ ആശാരിമാരേക്ക് ഇരുത്തി വലിയ ബോർഡുകൾ, എല്ലാം 6 അടി പൊക്കമുള്ള പെയിൻറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സാധനം സെറ്റ് ചെയ്ത് ഇപ്പോൾ വേണ്ട ഒരു 25-30ഓളം ഓയിൽ പെയിൻറ്റ്സ് ഞാൻ ഈ ഷൂട്ടിങ്ങിൻ്റെയും പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് തീർത്തു എന്നുള്ളതാണ്. അടുത്ത വർഷം ഒരു എക്സിബിഷൻ വെക്കണം, ഈ വർഷം വെക്കണം. വെരി ഗുഡ് നസീർ, വലിയൊരു ചിത്രകാരനായിട്ടൊക്കെ മാറട്ടെ ഇത്. ദൈവം അനുഗ്രഹിച്ചാൽ. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല. ഞാനൊരു ഡ്രോയിങ് അധ്യാപകനാകാൻ വേണ്ടി പഠിച്ചു, മിമിക്രിക്കാരനായി സിനിമയിലെത്തി. വീണ്ടും തിരിച്ച് ചിലപ്പോൾ ദൈവം തീരുമാനിച്ചിരിക്കുന്നു, മിമിക്രിയൊക്കെ മതി, ശബ്ദമൊക്കെ പോയി തുടങ്ങി, പതുക്കെ അങ്ങോട്ട്. ഈ പെയിന്റിംഗ് എന്ന് പറയുന്നത് എന്തോ വലിയൊരു സിദ്ധിയാണ്. ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന കലാകാരന്മാരുടെ ഒക്കെ ഒരു തട്ടകമാണ്. പെയിന്റിങ്ങിന് ഭാഷ ആവശ്യമില്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ആരെയും വേണമെങ്കിലും ആകർഷിക്കാം. പിന്നെ നമ്മൾ ദുബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഓഫറുണ്ട്, പല സംഘടനകളും ഓഫറുണ്ട്. നമുക്ക് അവിടേക്ക് എക്സിബിഷൻ വെക്കാമെന്നുള്ള ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു കുറച്ച് വൈഡായിട്ട് ചെയ്യണം. ഇപ്പം ലാലേട്ടനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നാട്ടിലെ പരിപാടി നമ്മൾ ചെയ്തു തരാം.